ഈ 100 തവണ എണ്ണേണ്ടത് എങ്ങനെയാണ്? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദില്ലാഹി ഇബ്നു അംറിൻ ഖാൽ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖിദു തസ്ബീഹ ബിയമീനിഹി. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ വലത് കൈകൊണ്ട് തസ്ബീഹ് എണ്ണുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ ഉപയോഗിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ തസ്ബീഹ് മാലയും ഉപയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈകൊണ്ട് എണ്ണിയിരുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അഖദ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടുന്നതിനാണ് അഖദ എന്ന് പറയുക. ഇത് ഹില്ലാണ്, ഇത് അഖദാണ്. അഖദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിവർന്ന് നിൽക്കുന്നതിനെ കൂട്ടുന്നതിനാണ് അഖദ് എന്ന് പറയുക. അപ്പോൾ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, ഇതാണ് രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ ചൊല്ലുന്ന രീതി. അതുകൊണ്ട് തന്നെ തസ്ബീഹ് മാലകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും ഖൈറായത്. കൈകൊണ്ട്, അതും വലത് കൈകൊണ്ട്. അവിടെ നോക്കുക, ചില ആളുകൾ ഇടത് കൈകൊണ്ട് എണ്ണുന്നത് കാണാം.